Hello children, we are continuing the lesson 5, food and nutrition. In the previous class we have discussed about the protective food, energy, bodybuilding food, energy giving food, etc., nutrients, etc. And today we are going to study the water and fiber in our food. Water and fiber. We also need to drink loads of water. നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടമാതിരി വെള്ളം കുടിക്കണം. നമ്മുടെ വീട്ടിലാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ സ്കൂളിൽ കൊണ്ടുവരുന്ന ബോട്ടിലിൽ നിറയെ വെള്ളം എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. വാട്ടർ കീപ്സ് അവർ ബോഡി ഹെൽത്തി. വാട്ടർ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുവാൻ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുവാനും ആര് സഹായിക്കുന്നു? വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്പ് us ടു ഡൈജസ്റ്റ് ദ ഫുഡ്. നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനും വാട്ടർ സഹായിക്കുന്നു. വാട്ടർ കീപ്പ് us ഹെൽത്തി ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻ അവർ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഹെൽപ്പ് us ടു ഡൈജസ്റ്റ് ദ ഫുഡ്. ആൻഡ് വി മസ്റ്റ് ഓൾസോ ഈറ്റ് ഫുഡ് റിച്ച് റഫേജ് ഓർ ഫൈബർ. നാരുകൾ അടങ്ങിയ, റഫേജ് ഫൈബർ മീൻസ് നാരുകൾ അടങ്ങിയ ഫുഡാണ് നമ്മൾ ധാരാളം കഴിക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന മുരിങ്ങക്ക, അതുപോലെ വാഴപ്പിണ്ടി, അത് ചീരയുടെ തണ്ട്, അതിലൊക്കെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ്, റഫേജ് എന്ന് പറഞ്ഞാൽ നാരുകൾ അടങ്ങിയ ഫുഡ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ ഫൈബർ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തിനാണ്? റഫേജ് അല്ലെങ്കിൽ ഫൈബറിനാൽ റിച്ച് ആണ്. വളരെയധികം ഫൈബർ അല്ലെങ്കിൽ റഫേജ് അടങ്ങിയ ഫുഡാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഫൈബർ ആൻഡ് വാട്ടർ ഹെൽപ്പ് അവർ ബോഡി ടു ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. ഫൈബർ ആൻഡ് വാട്ടർ എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് മെറ്റീരിയലിനെ പുറന്തള്ളുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then next one is the balanced diet. Balanced diet എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. When food contains all the essential nutrients in the correct amount. നമ്മുടെ ഫുഡിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് എമൗണ്ടിലാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ we say it is a balanced diet. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. When our food contains essential nutrients in the correct amount, we say it is a balanced diet. അപ്പോൾ നമ്മൾ ഇത് പറയും, ഇതെന്താന്ന് പറയും? ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് നമ്മൾ പറയും. Milk contain proteins, fats, minerals and vitamins. അതുകൊണ്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫുഡ്. മിൽക്ക് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫുഡാണെന്ന് പറയാൻ കാരണം എന്താണ്? മിൽക്കിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? പ്രോട്ടീൻ, ഫാറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ്. പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ് ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മിൽക്ക് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫുഡാണ്. ആൻഡ് ഓൾഡ് ആൻഡ് സിക്ക് പീപ്പിൾ ആൾസോ നീഡ് മിൽക്ക്. അതുപോലെ തന്നെ ബേബീസ് ലീവ് ഓൺ മിൽക്ക്. നമ്മൾക്കറിയാം, കുഞ്ഞു വാവമാര് പാല് മാത്രം കുടിച്ചിട്ടാണ് അവർ വളർന്നു വരുന്നത്. അതുപോലെ പ്രായമായവരും അസുഖങ്ങളുള്ളവർക്കും ഒക്കെ എന്താവശ്യമാണ്? മിൽക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, കുക്കിംഗ് ഫുഡ്. നമ്മൾ മിക്ക ഭക്ഷണങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുക്ക് ചെയ്ത് തന്നെയാണ് കഴിക്കാറുള്ളത്. എല്ലാ വെജിറ്റബിൾസും മീറ്റും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കുക്ക് ചെയ്താണ് കഴിക്കാറുള്ളത്. ചില സാധനങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ റോ ആയിട്ട് പച്ചയ്ക്ക് തന്നെ കഴിക്കാറുണ്ട്, അല്ലേ? ആൻഡ് ഓൾ ഫ്രൂട്ട്സ് ക്യാൻ ബി ഈറ്റൻ റോ. നമ്മളെല്ലാ ഫ്രൂട്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നു? വേവിക്കാതെ റോ ആയിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. സം വെജിറ്റബിൾസ് സച്ച് ആസ് കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റോ ആയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ വൈറ്റമിൻസ് ഒന്നും പോകുന്നില്ല. ചില സബ്സ്റ്റൻസ്, ചില വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് കൂടുതലും ഈ കുക്കും
കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ ഇതൊക്കെ നമ്മൾ റോ ആയിട്ട് കഴിക്കുന്നതാണ് നമുക്ക് നല്ലത്. And the cooking and the process of heating kills the germs may be present in vegetables and also make food such as rice soft and easy to digest. അപ്പോൾ ഈ കുക്കിംഗ് എന്തിന് സഹായിക്കുന്നു? അതിലുള്ള അണുക്കളെയൊക്കെ കിൽ ചെയ്യാനും അതുപോലെ റൈസും അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ടും ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാനും കുക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പച്ച അരി എടുത്ത് ചവച്ച് തിന്നുന്നതാണ് എളുപ്പം, വേവിച്ച് ചോറ് തിന്നുന്നതാണ് എളുപ്പം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കുക്കിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ. അതുപോലെ വി ആഡ് ഷുഗർ, സോൾട്ട്, ഓയിൽ, സ്പൈസസ് ടു ദ ഫുഡ്. നമ്മൾ ഇതിലൊക്കെ ഓയിലും എണ്ണയും അതുപോലെ മസാലകളും ഉപ്പും പഞ്ചസാരയും ഒക്കെ നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഫുഡിനെ ടേസ്റ്റിയർ ആക്കുന്നു. ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ബട്ട് കുക്കിംഗ് ഡെസ്ട്രോയ്സ് സം വൈറ്റമിൻസ് പ്രസന്റ് ഇൻ വെജിറ്റബിൾസ്. വെജിറ്റബിൾസിലെ ചില വൈറ്റമിൻസിനെ കുക്കിംഗ് മൂലം എന്താവുന്നു? ഇല്ലാതെ നശിപ്പിക്കുന്നു. Therefore it is good to have fresh fruits and vegetable salad every day. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾ സാലഡ്സും കുക്ക് ചെയ്യാതെ അത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. മേക്ക് ഷുവർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ പ്രോപ്പർലി വാഷ്ഡ് ഫസ്റ്റ്. പക്ഷേ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ഓക്കെ, നെവർ ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഹാവ് ബീൻ കട്ട് ആൻഡ് ലെഫ്റ്റ് ഇൻ ദ ഓപ്പൺ. അപ്പോൾ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തോ തുറസായ സ്ഥലങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങി കഴിക്കരുത്. അതങ്ങനെ ഡയറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാങ്ങി കഴിച്ചാൽ അതിൽ ഫ്ലൈസ്, ചിലപ്പോൾ ഈച്ചകളൊക്കെ വന്നിരുന്ന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പടരാൻ നമുക്ക് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിൾസും റോ ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഡൈജഷൻ. അല്ലേ, നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞു. നമ്മൾ ഈ കഴിച്ച ഫുഡിന് എന്താണ് സംഭവിക്കുന്നത് എന്നാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ച് അരച്ച് നമ്മൾ കഴിക്കണം. സ്പീഡിൽ ഫാസ്റ്റായിട്ടൊന്നും നമ്മൾ ഫുഡ് കഴിക്കില്ല, അത് ഡൈജഷനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് കുറച്ച് വെച്ച് നന്നായിട്ട് വായിൽ, പല്ലുകളുണ്ടല്ലോ എല്ലാവർക്കും, അപ്പോൾ ഈ പല്ല് യൂസ് ചെയ്തത് ഈ ടീത്തൊക്കെ വെച്ച് നന്നായിട്ട് ചവച്ച് വേണം നമ്മുടെ ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ ഈ കഴിച്ച ഫുഡ് എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. You chew the food, your mouth add a juice. നമ്മൾ ചവയ്ക്കുമ്പോൾ ആ ഫുഡ് ഒരു ജ്യൂസുമായിട്ട് കൂടിക്കലരുന്നുണ്ട്. അതിന് പറയുന്ന പേര് സലൈവ, ഉമിനീര് എന്ന് പറയുന്നു. ഈ സലൈവയുമായിട്ട് അതെന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്തിട്ട് അത് എളുപ്പം ഡൈജസ്റ്റ് ചെയ്യുവാൻ ആര് സഹായിക്കുന്നു? സലൈവ സഹായിക്കുന്നു. സലൈവ എവിടെയാ ഉള്ളത്? നമ്മളുടെ വായിലുള്ള ഉമിനീരിനെയാണ് സലൈവ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് മിക്സസ് വിത്ത് സലൈവ. Then in our mouth adds a juice called saliva to help to digest it. Food goes down the food pipe. ഈ കാണുന്ന ഫുഡ് പൈപ്പിലൂടെ ഫുഡ് എങ്ങോട്ട് പോകുന്നു? സ്റ്റൊമക്ക് എന്ന് പറയുന്ന ആമാശയത്തിലേക്ക് പോകുന്നു. ഏതിലൂടെയാണ് സ്റ്റൊമക്കിലെത്തുന്നത്? ഈ ഫുഡ് പൈപ്പിലൂടെ. നമ്മൾ വായിൽ വെച്ച് ചൂ ചെയ്ത ചവച്ചരച്ച ആഹാരം സലൈവയുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതെങ്ങോട്ട് പോകുന്നു? ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ആമാശയത്തിൽ എത്തിച്ചേരുന്നു. The stomach produces juice. അവിടെയും ചില ദഹന രസങ്ങളുണ്ട്. Stomach produces juice and help to digest the food. ഈ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസും ഡൈജസ്റ്റ് ചെയ്യുക, ഫുഡ് ഡൈജഷന്, ദഹനത്തിന് സഹായിക്കുന്നു. അതുപോലെ പാൻക്രിയാസ്, ലിവർ, നമ്മളുടെ കരളും ആഗ്നേയ ഗ്രന്ഥികളും ചില ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതും എങ്ങോട്ടാണ്? സ്റ്റൊമക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതും കൂടി എന്ത് ചെയ്യുന്നു? ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുവാൻ സഹായിക്കുന്നു. നമ്മൾ വായിൽ വെച്ച് ചവച്ചരച്ച ഫുഡ് സലൈവയായിട്ട് മിക്സ് ചെയ്യുന്നു. ഫുഡ് പൈപ്പിലൂടെ അത് സ്റ്റൊമക്കിലെത്തുന്നു. സ്റ്റൊമക്ക് ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ പാൻക്രിയാസും ലിവറും ചില ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും സ്റ്റൊമക്കിൽ
ഫുഡുമായിട്ട് മിക്സ് ആവുന്നു. ദ ഫുഡ് ഗെറ്റ്സ് ഡൈജസ്റ്റഡ്. അവിടെ കിടന്ന് നല്ലപോലെ ഉരുണ്ട് മറിഞ്ഞ് ആ സ്റ്റൊമക്കിൽ വെച്ച് നല്ലപോലെ അതെന്ത് ചെയ്യുന്നു, അരഞ്ഞ് വരുന്നു. അതെങ്ങോട്ട് പോകുന്നു? ഡൈജസ്റ്റഡ് ഫുഡ് ഏതിലൂടെ? സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നു. എങ്ങോട്ട്? ലാർജ് ഇൻറ്റസ്റ്റൈന്, ചെറുകുടലിലൂടെ കടന്ന് വൻകുടലിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെറുകുടലിലൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ കടന്നു വരുമ്പോൾ അതിലുള്ള ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ വലിച്ചെടുക്കുന്നു. ബാക്കി ഫുഡ് എങ്ങോട്ട് പോകുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈൻ വീണ്ടും അതിൽ നിന്നുള്ള വാട്ടർ ഇങ്ങനെ വലിച്ചെടുക്കുന്നു. പിന്നെ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നു. ഏതിലൂടെ? ഏനസിലൂടെ പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ the food gets digested and it passes along the small intestine where the nutrients are absorbed. Then the undigested food goes to the large intestine and where the water is absorbed. അതെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വീണ്ടും വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. Then it's sent out from the body solid waste to the anus. അങ്ങനെ ഏനസിലൂടെ അതെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് തള്ളുന്നു. ഓക്കെ, ഇതിനാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. സോ ചിൽഡ്രൻ, റീഡ് ദിസ് ലെസൺ 3 times എങ്കിലും നിങ്ങൾ ഇത് വായിച്ചു നോക്കണം. പുതിയതായിട്ടുള്ള ടേംസ് ഒക്കെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. നന്നായിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ read this lesson nicely. So thank you children. Have a nice day.